ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളിൽ കുറേ പേരെല്ലാം കമൻറ്റിൽ എൻ്റെ അടുത്ത് കുറേ തവണ ചോദിച്ചിട്ടുള്ള എൻ്റെ കുക്ക് വെയർ കളക്ഷൻ്റെ വീഡിയോ ആയിട്ടാണ്. ഞാനിത് 2 പാർട്ടായിട്ട് ചെയ്യാമെന്നാണ് കരുതുന്നത്. ഒരുമിച്ച് ചെയ്താൽ വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോവും, അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ബോറടിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇത് യൂസ് ചെയ്തിട്ടുള്ള അതാട്ടാ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യണത്. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് ഈ ജീറ്റ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ കുക്ക് വെയർസ് ആട്ടാണ് ഞാൻ കാണിക്കുന്നത്. ഇതിൽ ഒരു വോക്ക് പാനും ഫ്രൈ പാനും സോസ് പാനും പിന്നെ ഞാൻ എപ്പോഴും എഗ്ഗൊക്കെ ഉണ്ടാക്കുമ്പോൾ കാണിക്കുന്ന ഈ ഒരു ചെറിയ പാനില്ലേ, അതും കൂടിയാണ് ഈ ഒരു സെറ്റിലുള്ളത്. ഇത് സെറാമിക് നോൺ സ്റ്റിക്ക് കുക്ക് വെയർസ് ആണ്. ഇതിൻ്റെ ഒരു ലിഡില്ലേ അതിൽ സിലിക്കോൺ ഇത് വരുന്നുണ്ട്. നമുക്കിപ്പം ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കവർ ചെയ്ത് വെക്കുകയാണെങ്കിൽ അങ്ങനെ ലൂസല്ല, അതങ്ങനെ ടൈറ്റായിട്ട് ഇരുന്നോളും. അങ്ങനെ പെട്ടെന്ന് ഫുഡൊന്നും തണുത്ത് പോവും, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഹെവി കുക്കിങ്ങിന് ഇത് അത്ര ഇതായിട്ട് എനിക്ക് എന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ഒരു വൈറ്റ് കളറും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഹാൻഡിലില്ലേ അതിലൊക്കെ നമ്മുടെ മഞ്ഞൾപ്പൊടീൻ്റെ ഇതൊക്കെ സ്റ്റെയിൻ വരികയാണെങ്കിൽ പോവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വൈറ്റ് കളർ കൊണ്ട് തന്നെ അറിയാലോ, അതായി കഴിഞ്ഞാൽ പോകാൻ പാടായിരിക്കും. പിന്നെ എന്താ പറയുക, അല്ലാണ്ട് വേറെ മോശമൊന്നും ഇതിന് പറയാനൊന്നുമില്ല. അപ്പം ഞാനിതിൽ ഹെവി കുക്കിംഗ് ചെയ്യില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ചെയ്യലൊക്കെ ഉണ്ട്. ഞാനിതിൽ ബീഫ് കറിയും ചിക്കൻ കറി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കലുണ്ട്. പക്ഷേ നമ്മൾ യൂസ് ചെയ്യുമ്പം കുറച്ചൊന്ന് കെയർഫുള്ളായിട്ട് ചെയ്തില്ലെങ്കിൽ ആ ഒരു ലിഡിലുള്ള ആ ഒരു ഇതില്ലേ അതിലും ഒക്കെ ഇങ്ങനെ ഇതിൻ്റെ മെയിനായിട്ട് നമ്മുടെ മഞ്ഞൾപ്പൊടീൻ്റെ ആ ഒരു സ്റ്റെയിൻ അത് തന്നെയാണ് ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് ബുദ്ധിമുട്ടല്ല, നല്ല ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. അങ്ങനെയാട്ടാ. പിന്നെ ഇത് എല്ലാ സ്റ്റൗ ടോപ്പിലും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരു പാനിൻ്റെ ബോട്ടമിൽ ഇങ്ങനെ ഒരു റൗണ്ട് ഇതുണ്ടാവില്ലേ, അതിനപ്പുറത്തേക്ക് തീയ് നമ്മൾ ഫ്ലെയിമില്ലേ അത് നമ്മൾ കൂട്ടിയേക്കാൻ പാടില്ല. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ പാത്രം പെട്ടെന്ന് ചീത്തയായി പോവും. നമ്മൾ തീ ഇങ്ങനെ ആളിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു എന്താ പറയുക, ആ ഒരു വൈറ്റ് കളറിലെ ഭാഗമാക്കില്ലേ, അപ്പം അങ്ങടേക്ക് തീയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പാനിൻ്റെ അടിഭാഗത്ത് നല്ലോണം പൊട്ടയായിട്ടുണ്ടാവും. പിന്നെ അത് ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ആ പാത്രം കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ എന്തായാലും കുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടാട്ടാ കുക്ക് ചെയ്യാറ്. മാത്രമല്ല നമുക്ക് അങ്ങനെ ഒരുപാട് തീ ഇങ്ങനെ ഫ്ലെയിം ഇങ്ങനെ കൂട്ടി വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം നിങ്ങളും അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ പാത്രം ഒരുപാട് നാൾ നമുക്ക് നന്നായിട്ട് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനിയിപ്പോൾ ഷെയർ ചെയ്യണത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുക്ക് വെയർ ബ്രാൻഡാണ് നിയോഫ്ലെയിം. ഇത് നിങ്ങളിൽ പലരും യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുമല്ലേ, എത്ര നല്ലതാണെന്ന് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. പിന്നെ നമ്മുടെ ഒരു ആവശ്യത്തിനനുസരിച്ചിട്ട് ഇതിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് മാറ്റിയൊക്കെ വാങ്ങിക്കാം. ഞാനിപ്പോൾ ഇത് 24 cm ആണ്, എനിക്കത് അത്രയും മതി കേട്ടോ. ഞങ്ങളിവിടെ 3 പേരാണ് ഉള്ളത്, അപ്പോൾ എനിക്ക് അത്രയും മതി. അല്ലെങ്കിൽ ഒരുപാട് വലുതായി പോവും. ഇപ്പം കൂടുതൽ മെമ്പേഴ്സുള്ള ഫാമിലി ഒക്കെ ആണെങ്കിൽ നമുക്കൊരു 26 അല്ലെങ്കിൽ 28 അങ്ങനെയൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനിത് ഡെയിലി യൂസ് ചെയ്യാറുണ്ട്. ഡെയിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വല്ലപ്പോഴും യൂസ് ചെയ്യുന്ന പാത്രങ്ങളല്ല, എല്ലാ ദിവസവും മിക്കപ്പോഴും ഇതൊക്കെ മാറി മാറി എടുക്കാറുള്ള പാത്രങ്ങളാണ്. ഈ നിയോഫ്ലെയിമിൻ്റെ പാത്രമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട്. എൻ്റെ പാത്രങ്ങളിൽ ഈ നോൺ സ്റ്റിക്ക് കാറ്റഗറിയിൽ വരുന്ന പാത്രങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം നിയോഫ്ലെയിമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് പ്രൈസ് കൂടുതലാണ്, പക്ഷെ അത് വർത്താണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇത് ക്ലീൻ ചെയ്യാനും ഭയങ്കര എളുപ്പമാണ്. ഇങ്ങനെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ വൈറ്റ് അല്ലേ ഉള്ളത് എന്ന് വെച്ചിട്ട് അങ്ങനെ ഈ മഞ്ഞളുടെ കറ പിടിക്കുകയോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ക്ലീൻ ചെയ്തെടുക്കാൻ ഈസിയാണ്. പിന്നെ ഡിഷ് വാഷർ സേഫ് എന്നാണ് ബ്രാൻഡ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാൻ എൻ്റെ പാത്രങ്ങളൊന്നും ഡിഷ് വാഷറിൽ ഇങ്ങനത്തത് വെക്കലില്ല. ബ്രാൻഡ് അങ്ങനെയൊക്കെ മെൻഷൻ ചെയ്താൽ പോലും എനിക്ക് അത് പേടിയാണ്, ചീത്തയിൽ പോകുമെന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ വെക്കലില്ല. നിയോഫ്ലെയിമിൻ്റെ തന്നെ മിൽക്ക് പോട്ടാണ് ഇത് രണ്ടും. ഇതിൽ ആ പിങ്ക് കളറിലുള്ളത് ഞാൻ കൂടുതലും പാലൊക്കെ ഇങ്ങനെ തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ആ പിങ്കും വൈറ്റും കൂടിയുള്ള സോസ് പാനിൽ. ഇതിൽ ഞാൻ അല്ലാണ്ട് നമ്മുടെ രസമൊക്കെ വെക്കില്ലേ, അപ്പോഴൊക്കെ ഈ ഒരു പാൻ എടുക്കലുണ്ട്. ആ ഒരു ബ്ലാക്കും വൈറ്റും കൂടിയുള്ള പാത്രം കേട്ടോ. ഇതും ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ ഒത്തിരി നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന പാനുകളാണ്.
ഇനിയിപ്പോൾ ഉള്ള ഈ ഒരു പാൻ കുർക്കുമാസിൻ്റെ പാനാണ്. ഇത് ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചതല്ല, ഇത് ദുബായിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെയൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതും എനിക്കങ്ങനെ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. എന്ന് വെച്ചിട്ട് ഞാൻ നിയോഫ്ലാമിൻ്റെ ഒന്നും പോലെ ഒരു ബിഗ് ഫാനല്ല ഇതിൻ്റെ. എന്താ എങ്ങനെ പറയുക, അത്ര വലിയൊരു ഫാനൊന്നുമല്ല. പക്ഷെ എന്ന് വെച്ചിട്ട് അങ്ങനെ കുഴപ്പമൊന്നും പറയാനില്ല, നല്ലത് തന്നെയാണ് ഈ ഒരു പാനും. പക്ഷെ നമ്മൾ നിയോഫ്ലാമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ കമ്പയർ ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് എപ്പോഴും ബെസ്റ്റായിട്ട് തോന്നുക നിയോഫ്ലാം അല്ലേ. അതുകൊണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞതാണ്, അല്ലാണ്ട് ഇത് പൊട്ടയാണെന്നല്ല. അപ്പോൾ ഇതും 24 cm ആണ് കേട്ടോ. എൻ്റെ മിക്ക പാത്രങ്ങളും 24 cm ആയിരിക്കും. കാര്യം എനിക്ക് അതാണ് കംഫർട്ടബിൾ കുക്ക് ചെയ്യാനായിട്ട്. പിന്നെ ഇതാ ഈ ഒരു ഗ്രിൽ പാൻ ഉണ്ട് കുർക്കുമാസിൻ്റെ തന്നെ. ഇതും ഞാൻ യൂസ് ചെയ്യലുണ്ട്. ഈ എന്താ പറയുക, ചിക്കനൊക്കെ ചിലപ്പോൾ ഗ്രില്ല് ചെയ്യില്ലേ, അങ്ങനെയൊക്കെ ഇത് ഞാൻ എടുക്കലുണ്ട്. അപ്പോൾ കുർക്കുമാസിൻ്റെ ഈ 2 പാനുകളാട്ടോ എൻ്റെ അടുത്തുള്ളത്. ഇനിയിപ്പോൾ ഷെയർ ചെയ്യുന്നത് ഈ ഒരു 7 പീസ് കുക്ക് വെയർ സെറ്റാണ്. ഇത് ഹോം മേക്കർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് ദുബായിൽ നിന്നാണ്. ഇവിടെ ഇത് അവൈലബിൾ അല്ല. ഇത് ഇന്ത്യയിലും അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. ഇത് ഞാൻ ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2.5-3 വർഷത്തോളമായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതുവരെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ ഒരു പാൻ യൂസ് ചെയ്തിട്ട് എനിക്കങ്ങനെ ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഈ ഒരു പാൻ 28 cmൻ്റെ ഒരു പാനാണ്. ഇതിൽ ഞാൻ കൂടുതലും നമ്മൾ ഈ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ റൈസൊക്കെ കുക്ക് ചെയ്തെടുക്കില്ലേ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് അധികം യൂസ് ചെയ്യൽ. അല്ലെങ്കിൽ ചില സമയത്തെല്ലാം ഫ്രൈ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് എടുക്കും കേട്ടോ. അങ്ങനെ ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്ന ഐറ്റംസ് എപ്പോഴൊന്നും ഫ്രൈ ചെയ്യാൻ ഞാനിത് എടുക്കില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ, നമ്മൾ ഫ്രൈ ചെയ്യുന്ന പാനുകൾ പെട്ടെന്ന് കേടാവും. ഫ്രൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന പാനുകളെ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. പെട്ടെന്ന് അത് കുറച്ചും കൂടെ പെട്ടെന്നൊന്ന് മറ്റതിനേക്കാളും ആ ഒരു ഗ്ലേസിങ് ഒക്കെ പോയിട്ട് അങ്ങനെ ആവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാനൊന്നും ഞാനങ്ങനെ ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കില്ല. ചിലപ്പോൾ എന്തെങ്കിലും അങ്ങനെ അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് വന്നാൽ മാത്രമാണ് ഞാൻ 1-2 തവണ മാത്രമാണ് ഞാനിതിൽ ഡീപ്പ് ഫ്രൈ ചെയ്യാനൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിൽ ഞാനിതിൽ ഫ്രൈ ഐറ്റംസ് ഫ്രൈഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യലില്ല. ഇതൊക്കെ ഞാൻ ചിക്കൻ കറിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കാനാണ് ഈ ഒരു പാനൊക്കെ കൂടുതലും എടുക്കുക. പാനില്ലേ ഇതിൽ ഈ ഒരു ഫ്രൈ പാൻ, ഇത് ഞാൻ നമ്മുടെ മീനൊക്കെ ഫ്രൈ ചെയ്യില്ലേ അതിന് വേണ്ടിയിട്ട് എടുക്കും കേട്ടോ. ഞാൻ ഫ്രൈ ചെയ്യാൻ എടുക്കില്ല എന്ന് പറഞ്ഞ മറ്റേ ലിഡും കൂടെ ഉള്ള പാത്രങ്ങളില്ലേ, അതാണ് ഈ ഒരു ഫ്രൈ പാൻ ഞാൻ എടുക്കലുണ്ട്. പക്ഷേ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അല്ലേ, ഈ 2 പാനിൻ്റെ ഉള്ളിലെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഈ ഒരു പാൻ ഇപ്പോഴും പുതിയതുപോലെ തന്നെ ഇരിക്കുക. ഇതിൽ ഞാൻ കറികളൊക്കെ വയ്ക്കാൻ എടുക്കുക, റെഗുലറായിട്ട് എടുക്കുന്നത് തന്നെയാണ്. പക്ഷേ മറ്റേ ആ ഫ്രൈ പാനിൽ ഞാൻ ഓരോന്നൊക്കെ ഫ്രൈ ചെയ്യാൻ എടുക്കലുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. വ്യത്യാസമുണ്ട് അത് കാണുമ്പോൾ. മറ്റേ ഫ്രൈ ചെയ്യാൻ എടുക്കുന്ന പാത്രങ്ങളുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഇതൊക്കെ ഇല്ലേ, അത് കുറച്ച് പെട്ടെന്ന് ഇതായി പോണതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഈ ഒരു പിങ്ക് ഗ്രാനൈറ്റ് കുക്ക്വെയർസ് ആണ്. ഇത് 20 cm ആണ്. ഇതും ഞാനിങ്ങനെ ചിക്കൻ കറി, ബീഫ് കറി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാനായിട്ടും അതുപോലെ തന്നെ വെജിറ്റബിൾ കറികളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് എടുക്കുന്ന പാത്രമാണ്. ഇതും ഹോം മേക്കർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ തന്നെയാണ്. പിന്നെ ഇതാ ഈ ഒരു വലിയൊരു ഫ്രൈ പാൻ കൂടെ എൻ്റെ അടുത്ത് ഉണ്ട്, ഹോം മേക്കറിൻ്റെ. ഇതെനിക്ക് അബദ്ധം പറ്റിയിട്ട് വാങ്ങിച്ചതാണ്. അബദ്ധം പറ്റിയിട്ട് വാങ്ങിച്ചതെന്ന് പറയുമ്പോൾ പൊട്ടയാണെന്നല്ല. ഞാൻ ഈ ഫ്രൈ പാനൊക്കെ മാക്സിമം 28 cmനപ്പുറം ഞാൻ വാങ്ങിക്കലില്ല, എനിക്കത് ആവശ്യം വരലില്ല. പക്ഷേ ഇത് ഞാൻ എന്തോ വാങ്ങിച്ചപ്പോൾ എനിക്ക് തെറ്റിപ്പോയി. വീട്ടിൽ വന്ന് നോക്കുമ്പോഴാണ് ഇത് 32 cm ആണ്. ഒരുപാട് വലുതാണ്, ഈ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിലും ഇത് നല്ല വലിയൊരു പാനാട്ടോ ഇത്. അപ്പോൾ എനിക്കങ്ങനെ ഇത് ഡെയിലി എടുത്ത് യൂസ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഒരു ആവശ്യം എനിക്കങ്ങനെ വരലില്ല. ഇത്രയും വലുത് ഡെയിലി യൂസ് ചെയ്യേണ്ട ആവശ്യം എനിക്ക് വരലില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പിങ്ക് കളക്ഷനിൽ വരുന്ന ഹോം മേക്കറിൻ്റെ ഗ്രാനൈറ്റ് കുക്ക് വെയർ സെറ്റിൽ ഈ 2 എണ്ണമാണ് എൻ്റെ അടുത്തുള്ളത്.
പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് പാൻ കാണിച്ചു തരാം. ഈ ഡബിൾ സൈഡഡ് പാൻ എന്ന് പറഞ്ഞിട്ട് വരുന്ന ഇത് ഞാൻ ഫിഷൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അധികവും യൂസ് ചെയ്യലുണ്ട്. ഇത് നമുക്കിങ്ങനെ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എന്നിട്ട് 2 സൈഡും നമുക്ക് ഫ്ലെയിമിൽ വെക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് പാകമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തിരിച്ച് വെച്ചെടുത്താൽ മതി. നമ്മൾ സ്പാച്ചുലയൊന്നും വെച്ച് തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫിഷൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ആ ഒരു സ്മെല്ലില്ലേ, ഇങ്ങനെ അടച്ച് വെച്ച് കുക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അങ്ങനെ സ്മെല്ലൊന്നും ഒരുപാട് അങ്ങനെ പുറത്തേക്ക് വരുമോ തങ്ങി നിൽക്കുമൊന്നുമില്ല കേട്ടോ വീട്ടിൽ. ഞാൻ ഈ പറയുന്നതൊക്കെ എനിക്ക് അനുഭവമുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇതെല്ലാം കറക്റ്റ് ആവണം എന്നൊന്നുമില്ല. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഷെയർ ആക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നോൺ സ്റ്റിക്കിൽ എൻ്റെ കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള പാത്രങ്ങളുടെ കാര്യമാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. കാസ്റ്റ് അയണിൻ്റെയും ഇനാമൽഡ് കാസ്റ്റ് അയണിൻ്റെയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ എല്ലാം കൂടി ആകുമ്പോഴേക്ക് ഭയങ്കര ലെങ്തി ആയി പോകും വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്ത ഒപ്പീനിയൻസ് എല്ലാം എനിക്ക് യൂസ് ചെയ്തിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. അടുത്ത ആഴ്ച ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു. ബൈ.